ഹായ് എവരി വൺ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയായിരുന്നു, ഇനി നമുക്ക് ബംഗാളി ചേട്ടന്മാരെ ഞെട്ടിക്കാം അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്. മലയാളത്തിലൂടെ ബംഗാളി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിന്റെ ഒന്നാം ഭാഗമായിരുന്നത്. ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു പല പ്രാവശ്യമായിട്ട്, നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ എന്റെ കൂടുതൽ ഭാഗമായിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ. പക്ഷേ കമന്റിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരാളോ മറ്റോ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണം, വി വാണ്ട് ബംഗാളി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഞാൻ കണ്ടുള്ളൂ. പക്ഷെ കുറെ പേരൊക്കെ ആ വീഡിയോ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായപ്പം പിന്നെ കുറെ ലൈക്കും ആ വീഡിയോക്ക് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബംഗാളി പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരുണ്ട്, കമന്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. വെൽക്കം ടു ലേൺ ബംഗാളി ഫ്രം എ മലയാളി. നമ്മുടെ ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ബംഗാളിയിൽ സുഖമാണ് എന്ന് പറയാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് 2-3 രീതികളുണ്ട്. ഒന്ന് തീരെ ചെറിയ കുട്ടികളോട്, ഒന്ന് സമപ്രായക്കാരോട്, വേറൊന്ന് മുതിർന്നവരോട്. കെമോൻ ആച്ചീഷ്, കെമോൻ ആച്ചോ, കെമോൻ ആച്ചേൻ എന്നൊക്കെയാണ് ആ രീതികൾ. പിന്നെ എനിക്ക് സുഖമാണെന്ന് പറയാനായിട്ട് അമ്മി ബാലോ ആച്ചി, അമ്മി എന്ന് പറയേണ്ട ആവശ്യമില്ല, ബാലോ ആച്ചി എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഞാൻ ബാലഭാഷി എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞെന്നായിരുന്നു, ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞെന്ന വേറൊരു കാര്യമാണ്, നിങ്ങളുടെ പേരെന്താണ്, എന്റെ പേര് ഇതാണ്. ഓക്കെ, തൊമാർ നാം കി, അപ്നാർ നാം കി, പിന്നെ അമാർ നാം എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പറയുക. ഓക്കെ, അപ്പം അന്ന് ഞാൻ പറഞ്ഞു തന്ന വേറൊരു ടീക്കാച്ചെ എന്ന് പറഞ്ഞ വേറൊരു വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതുകൂടെ ഞാൻ പറഞ്ഞു തന്ന വേറൊരു കാര്യമാണ് ഈ ആച്ചി, ആച്ചീഷ്, ആച്ചോ, ആച്ചേൻ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആച്ചി എന്ന് പറഞ്ഞു വരണം. ഞാൻ ആണ് എന്ന് പറയാവുന്നതാണ് ഈ അമി ആച്ചി. ഓക്കെ, ഞാനാണ്. അതുപോലെ നിങ്ങളാണെന്ന് പറയാനായിട്ട് തുമി ആച്ചോ, അല്ലെങ്കിൽ താങ്കളാണെന്ന് പറയാനായിട്ട് ആപ്നി ആച്ചേൻ. ഓക്കെ, അപ്പം അത് ഈ ഹിന്ദിയിലെ, ഞാൻ ഹിന്ദിയുമായിട്ട് പറയാൻ കാരണം ഹിന്ദിയുമായിട്ട് ഒരുപാട് അടുത്തിരുന്ന ഒരു ഭാഷയാണ് ബംഗാളി. അപ്പൊ ഈ ഹിന്ദിയിൽ മേഹു എന്ന് പറയുന്നതാണ് ഈ അമിയാച്ചി, തുംഹോ എന്ന് പറയുന്നതാണ് തുമിയാച്ചോ, അബ്ഹെ എന്ന് പറയുന്നതാണ് ആപ്നി അച്ചേൻ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ആദ്യം നമുക്ക് ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത്, ഇതിനൊക്കെ എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം കുറച്ച് സെന്റൻസും പറഞ്ഞുതരാം. ഓക്കെ, വളരെ അത്യാവശ്യമായ കുറച്ച് സെന്റൻസുകൾ. അപ്പം ഞാനിന്ന് പറയാനായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു വാക്ക് അമി എന്നാണ്. ഇതിനെ അമി എന്ന് മാത്രം പറയരുത്, കാരണം ബംഗാളി ഭാഷയിൽ ആ എന്ന് പറഞ്ഞ ശബ്ദമില്ല, ആ എന്ന് പറഞ്ഞ അക്ഷരമില്ല. അവരുടെ ആദ്യത്തെ അക്ഷരമായ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഓ ആണ്, ഓ. അത് കഴിഞ്ഞിട്ട് ആ. ഓക്കെ, അപ്പം ആ എന്ന് എവിടേക്ക് വരുന്നുണ്ടോ അവിടേക്ക് അത് ദീർഘ ആ എന്ന് പറയുന്നവര്, അതായത് ഈ നമ്മുടെ ഈ ദീർഘമിട്ടുള്ള രണ്ടാമത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ആ അതാണ്. അപ്പം ആമി പറയുന്ന നേരത്തെ നമുക്ക് സംസാര ഭാഷയിൽ അമി ചിലപ്പോൾ ഇന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല, അധികം ദീർഘിപ്പിക്കാതെ പറയാം. പക്ഷെ മനസ്സിലാക്കിയിരിക്കുക ആമി എന്നാണ് ആ വാക്ക്. ഓക്കെ, ആമി, ആമി എന്ന് പറഞ്ഞാൽ ഞാൻ. ഇനി നീ എന്ന് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു, തുമി. ഓക്കെ, അമി, തുമി, വളരെ സിമ്പിൾ ആണല്ലോ. ഇനി താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ പറയാനുള്ള വാക്കാണ് ആപ്നി. ഓക്കെ, ആപ്നി. ഹിന്ദിയിലെ ആപ് ആണ് ഈ ആപ്നി, ഹിന്ദിയിലെ തും ആണ് തുമി. പക്ഷെ മേ എന്ന് പറയുന്നത് ആമി ആകുന്നുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആകുന്നില്ല. ഞാൻ എന്ന് പറയാനായിട്ട് ആമി, നീ എന്ന് പറയാനായിട്ട് തുമി, താങ്കൾ എന്ന് പറയാനായിട്ട് ആപ്നി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ, ഞങ്ങൾ, അതിന് രണ്ടും കൂടെയുള്ള വാക്കാണ് ആമ്ര. ഓക്കെ, ആമ്ര, ആംല അല്ല, ആമ്ര ആണ്. ഓക്കെ, മുൻപ് എന്റെ എന്ന് പറയാനുള്ള വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു അമാർ. ഓക്കെ, അത് ആമാർ ആണ്, ഇത് ആമ്ര. ആമ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ. ഓക്കെ, രണ്ടും കൂടി ഒറ്റ വാക്കാണ്. ഇനി അടുത്തത് അവൻ. അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയും നമ്മുടെ ഹിന്ദിയിലെ പോലെ തന്നെ വഹ് അല്ലെങ്കിൽ വോ എന്നൊക്കെ നമ്മൾ രണ്ട് ജെൻഡറിനും കൂടി ഒരു ഒറ്റ വാക്കാണല്ലോ. അതായത് അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയാനും. പിന്നെ സെന്റൻസ് എങ്ങനെയാണോ അത് ഡിപ്പെൻഡ് ആയിരിക്കും അവനാണോ അവളാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിനുള്ള വാക്കാണ് ഷേ. ഓക്കെ, അപ്പൊ ഈ ഷേ എന്ന് പറയുന്നത് ശരിക്കും അവരെഴുതുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ ഷ ഷ വലിയ വ്യത്യാസമില്ല ബംഗാളിയിൽ. എല്ലാം ഒരു ഷായുടെയും ഷായുടെയും ഒരു ചെറിയൊരു മിക്സ് ആയിരുന്നു സംസാരിക്കുന്നത്. അത് ആ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഭാഷയിൽ അങ്ങനെ ഒരു അക്ഷരമില്ല, ഉള്ള ഒരു അക്ഷരം ഈ ഒറ്റ അക്ഷരമാണ്. നമ്മൾ ഈ തമിഴിലൊക്കെ ഈ സ എന്നും ച എന്നും കൂടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം
ചെന്നൈയെ ചെന്നൈ എന്ന് പറയുന്നവരുണ്ട്, ചൊല്ല് എന്ന് പറയുന്നവരും ചൊല്ല് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ആ ഒരു അതേപോലെയാണ് ഏകദേശം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ആച്ചീഷ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, കെമോൻ ആച്ചീഷ് എന്ന് ചോദിക്കുന്ന നേരത്തുള്ള ആ ഷു എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദമാണ് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. സായ് ആണോ ഷായ് ആണോ ഷായ് ആണോ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്, ആവശ്യം വരുന്നില്ല. എല്ലാം ഒരു ഷാ എന്നായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു വാക്ക് ഷേ എന്നാണ്. ഷേ. ഓക്കെ, ഷേ എന്ന് വെച്ചാൽ അവനെന്നും അവളെന്നും അർത്ഥമുണ്ട്. പിന്നെ അതിനുശേഷം അവർ, ഓക്കെ, ഒരു ഗ്രൂപ്പിനെ പറയുന്ന വാക്കാണ് താര. ഓക്കെ, നല്ല രസമല്ലേ കേൾക്കാൻ താര എന്ന് പറയുന്നത്. അപ്പം താര എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദിയിലോ മലയാളത്തിലോ ഉള്ള ആ താരയല്ല, അവർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി ഇത് എന്ന് പറയാൻ ഒട്ട എന്ന് പറയുന്നത്. ഒട്ട അത് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫണ്ണിയായിട്ട് തോന്നും. ഒട്ട എന്നായിരിക്കും ചിലപ്പോൾ ഒരു യു എന്ന് പറഞ്ഞൊരു അർദ്ധ നേസൽ ശബ്ദത്തിലുള്ള പോലെ ഒയ്ട്ട എന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ഒട്ട എന്നാണ് ആ വാക്ക്. ഇത് എന്ന് പറയാനുള്ള വാക്കാണ് എട്ട. ഓക്കെ, നമ്മുടെ മലയാളം സംസാരിക്കുന്ന പോലെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഏട്ട എന്നൊന്നും പറഞ്ഞ് വിളിക്കാൻ പാടില്ല. എട്ട ഈ ഒരു സംഭവം ഇത് എന്ന് എടുത്തു കാണിക്കാനായിട്ട് ഏട്ട, ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, ഒട്ട അതായത് അവിടെയുള്ള ദൂരെയുള്ള അത്. ഓക്കെ, അപ്പൊ ഏട്ട ഓട്ട, ഇത് അത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അമി, തുമി, അപ്നി, അമ്ര, ഷേ, താര, ഏട്ട, ഓട്ട. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് വാക്കുകൾ. ഇനി നമുക്ക് നേരെ സെന്റൻസിലൂടെ കിടക്കാം. കാരണം നമ്മള് ബംഗാളി പഠിക്കുന്നത് ഭയങ്കര വലിയ പണ്ഡിതന്മാരാവാൻ വേണ്ടിയൊന്നുമല്ലോ. സാധാരണ ബംഗാളികളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ബംഗാളിൽ നിന്നുള്ളവരും ബംഗ്ലാദേശിൽ നിന്നുള്ളവരും, അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നും, ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും, പിന്നെ ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ നിന്നുള്ളവരോടുമായി സംസാരിക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ ബംഗാളി പഠിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഒരു സെന്റൻസ് വെച്ച് തുടങ്ങാം. നമുക്ക് ഈ ഒരു സീരീസിൽ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് തന്നെ ചോദ്യവാക്കുകൾ, ആ ചോദ്യവാക്കുകൾ വെച്ച് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യവാക്കായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എവിടെ എന്ന് പറഞ്ഞ വാക്കാണ്. എവിടെ എന്ന് പറയാനുള്ള വാക്കാണ് കൊതായി. ഓക്കെ, ഈ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത് ത ആണ്, രണ്ടാമത്തെയാണ്. അതിനെ ചുമ്മാ ത എന്ന് പറയാൻ പറ്റില്ല, ദായു അല്ല, കൊതായി. ഓക്കെ, സംസാരിച്ച് ശീലമാകും കൊതായി. ഓക്കെ, അപ്പം കൊതായി എന്ന് വെച്ചാൽ എവിടെ എന്നർത്ഥം. എവിടെ. ഇനി നീ എവിടെയാണ്, താങ്കൾ എവിടെയാണ്, നമ്മൾ എവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്, അവനെവിടെയാണ്, അവളെവിടെയാണ്, അവരെവിടെയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പം അതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. എപ്പോഴും നമ്മൾ ഈ അച്ചി, അച്ചേ, അച്ചോ ഒക്കെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരികയാണെങ്കിൽ അമി വരുകയാണെങ്കിൽ അച്ചിയാണ്. ഓക്കെ, അപ്പം ഞാൻ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ ചോദിക്കണമെങ്കിൽ കറക്റ്റായ ഗ്രാമാറ്റിക്കലി അതിന്റെ സെന്റൻസ് എങ്ങനെയാണ്? അമി കൊതായാച്ചി, ഞാൻ എവിടെയാണ്. പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന കാലത്ത് ടി വിയിൽ 90കളിൽ, ഓക്കെ, 90കൾ 2000 ആ ടൈമിൽ ഈ ഒരു പരസ്യം വന്നിരുന്നു ക്രിക്കറ്റ് കളിയുടെ ഇടയ്ക്ക്. സച്ചിനും എനിക്ക് തോന്നുന്നു ദ്രാവിഡും കൂടിയാണെന്നു. സച്ചിനും പിന്നെ ഫോറിനേഴ്സ് ആണ്, ഷെയ്ൻ വോൺ, ബ്രെറ്റ്ലി ഒക്കെ ഉണ്ട് ആ പരസ്യത്തിനകത്ത്. പെപ്സിയുടെ ആയിരിക്കണം പരസ്യം, ഞാൻ ഓർക്കുന്നില്ല. സച്ചിന് തലയ്ക്ക് ബോൾ കൊള്ളുന്നു, അടി കൊള്ളുന്നു. അതിനുശേഷം പുള്ളി മറിഞ്ഞു വീഴുന്നു. പുള്ളി എടുത്തോണ്ട് പോവാണ് ഈ ഓസ്ട്രേലിയക്കാരെ കൂടി. അന്നേരം പുള്ളി ചോദിക്കുന്നുണ്ട്, മേ കഹാ ഹൂ, മേ കോൻ ഹൂ, മേ കഹാ ഹൂ, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്. അപ്പം അങ്ങനെ ഞാൻ എവിടെയാണ് എന്ന് നമ്മളിപ്പം ബോധമില്ലാതെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു സ്ഥലത്താണ് നമ്മളെ ആരെങ്കിലും കൊണ്ടുപോയിരിക്കുന്നെങ്കിൽ ഞാൻ എവിടെയാണ് എന്ന്, അന്നേരം നമുക്ക് നമ്മളെവിടെയും ചോദിക്കാം. പക്ഷെ ഞാൻ എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ അതിനുള്ള വാക്കാണ്. ഓക്കെ, അതിനുള്ള വാക്ക് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് അമി എന്ന് പറയുന്ന അച്ചി എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പം അമി കൊതായ് അച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ്, അമി കൊതായ് അച്ചി. ഇനി നിങ്ങൾ എവിടെയാണ്. ഓക്കെ, അതിനുശേഷം അതിന് ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ എവിടെയാണെന്ന് പറയാനായിട്ട് തുമി കോതായ് അച്ചോ. തുമി വരുമ്പോൾ എപ്പോഴും അച്ചോ എന്ന് പറഞ്ഞു വരണം. തുമി കോതായ് അച്ചോ. ഇവിടെ ഈ അച്ചോ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ആച്ചി, അച്ഛനും ഉപയോഗിക്കാൻ പാടില്ല. ചുമ്മാ തുമി കോതായ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ ആയി. നീ എവിടെയാണ്. ഓക്കെ, അപ്പം തുമി കോതായ് അച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ നീ എവിടെയാണ്, നീ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി പറയാം, അതിനുശേഷം അതിന് ഉത്തരം പറയാം. താങ്കൾ എവിടെയാണ്. ഓക്കെ, ബഹുമാനം കൊടുത്ത് പറയുകയാണെങ്കിൽ ആപ്നി കോതായ് അച്ഛൻ. അപ്പം ആപ്നി വരുന്ന നേരത്ത് അച്ഛൻ വരണം.
അമി കോതയാച്ചി ഞാൻ എവിടെയാണ്, തുമി കോതയാച്ചോ നിങ്ങൾ എവിടെയാണ്, നീ അല്ലെങ്കിൽ നീ എവിടെയാണ്, അഗ്നി കോതയാച്ചിൻ താങ്കൾ എവിടെയാണ്. ഇനി ഞാൻ ഇവിടെയാണ് എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇവിടെയാണ്, പിന്നെ അല്ലെങ്കിൽ അവിടെയാണ്, ഇവിടെയാണ് അത് പറയാം. അമി ഏക്കാനെ ആച്ചി, ഏക്കാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ. അപ്പം അമി ആച്ചി എന്ന് ചുമ്മാ അമി ഏക്കാനെ എന്ന് പറഞ്ഞ കാര്യമില്ല, അമി ഏക്കാനെ ആച്ചി എന്ന് പറയണം. അമി ഏക്കാനെ ആച്ചി ഞാൻ ഇവിടെയാണ്. ഇനി നിങ്ങൾ അവിടെയാണോ എന്ന് ചോദിക്കാനായിട്ട് തുമി ഒക്കാനെ ആച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയാണോ, ഒക്കാനെ. ഓക്കെ, എക്കാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ, ഒക്കാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ. അമി എക്കാനെ ആച്ചി, തുമി ഒക്കാനെ ആച്ചോ, അപ്നി ഒക്കാനെ അച്ചേൻ, അപ്നി വരുന്ന നേരത്ത് അച്ചേൻ. ഓക്കെ, ഇനി അപ്പം തുമി കഴിഞ്ഞു, അമി കഴിഞ്ഞു, അമ്മി കഴിഞ്ഞു, തുമി കഴിഞ്ഞു, അപ്നി കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഞങ്ങൾ. ഓക്കെ, ആ വാക്കാണ് ആമ്ര. ആമ്ര ഇപ്പം നമുക്കറിയാത്തൊരു സ്ഥലത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ചോദിക്കാനായിട്ട് ആമ്ര കോതായ് ആച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുമ്പോഴും ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഞാൻ എന്ന് പറയുമ്പോഴും ഓക്കെ അതിന്റെ ഫോർമാറ്റ് അച്ചി തന്നെയാണ്. ഓക്കെ, ആമ്ര കോതായ് ആച്ചി എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. ഇനി അടുത്തത് അവൻ, അവൾ, അവർ, അത്, ഇത്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് വേഗം പോവാം. അവൻ എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് അവൻ എന്ന് പറയുന്നതിനും അവൾ എന്ന് പറയുന്നുള്ള വാക്ക് അച്ചേ എന്നാണ്. ഓക്കെ, അച്ചേ. ഓക്കെ, അപ്പം അവൻ എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് ഷേ കോതായ് അച്ചേ. ഓക്കെ, ഷേ കോതായ് അച്ചി എന്ന് വെച്ചാൽ അവരെവിടെയാണ്. അതേപോലെ തന്നെ അവൾ എവിടെയാണെന്ന് ചോദിക്കാനായിട്ടും ഷേ കോതായ് അച്ചി. കാരണം അവൻ എന്ന് പറഞ്ഞാലും അവൾ എന്ന് പറഞ്ഞാലും ഒരേ വാക്ക് തന്നെയാണ്, ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, അടുത്തത് അവർ, അവർ എവിടെയാണ്, അവർ എവിടെയാണെന്ന് ചോദിക്കുന്നതായിട്ടും ഇതേ ഫോർമാറ്റിനെയാണ് അച്ചേ. അപ്പം താര, ഓർക്കുന്നുള്ള വാക്ക് താര, താര കോതായ് അച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെയാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അവൻ, അവൾ, അവർ. ഇനി അത്, ഇത്. ഓക്കെ, ഏട്ടാ. ഓക്കെ, ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഇത് വരുന്നില്ല, സെൻസ് വരുന്നില്ലല്ലോ. ഇത് എവിടെയാണെന്ന് ചോദിക്കുന്ന പരം ഇത് ഇവിടെയാണ് നമുക്ക് പറയാം. ഓക്കെ, ഏട്ടാ, ഏട്ടാ എക്കാനെ അച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ്. ഓക്കെ, ഇനി അത് നമുക്കറിയാത്തൊരു കാര്യം, ദൂരെയുള്ള ഒരു കാര്യം, അത് എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് ഓട്ട കോതായ് അച്ചേ. ഓക്കെ, അത് എവിടെയാണ്, മനസ്സിലായല്ലോ. അപ്പം ഏട്ടാ ഓട്ടയുടെ ഒരു ഉപയോഗം അങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏട്ടാ കോതയെ അച്ചേ എന്ന് പറഞ്ഞ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇതെവിടെയാണ്, ഇതെവിടെയാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം അത്രയും മതി. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇന്ന് റീക്യാപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് എന്നെങ്ങനെ ബംഗാളിൽ പറയാമെന്നാണ്. അത് അമി, തുമി, ആപ്നി, ആമ്ര, ഷേ, താര, ഏട്ട, ഓട്ട ഈ വാക്കുകളൊക്കെയാണ്. ഓക്കെ, ഇതിനകത്ത് ഷേ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, പിന്നെ ആമ്ര എന്ന് പറഞ്ഞാലും രണ്ടർത്ഥമുണ്ട്. ഇനി അതിന്റെ ഒപ്പം ഉപയോഗിക്കേണ്ട വാക്കുകൾ അച്ചി, അച്ചോ, അച്ചേൻ, അച്ചേ. ഓക്കെ, അച്ചി എന്ന് പറയുമ്പോൾ ഞാൻ, നമ്മൾ, ഞങ്ങൾ. അച്ചേ എന്ന് പറയുമ്പോൾ അവൻ, അവൾ, അവർ, അത്, ഇത്. പിന്നെ അച്ചേൻ എന്ന് ബഹുമാനത്തോടെ താങ്കൾ എന്ന് പറയുന്ന ഒരു വാക്ക്. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പിന്നെ ഏക്കാനെ ഒക്കാനെ അത് നമ്മൾ പഠിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഒക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ. പിന്നെ കോതായ്, കോതായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്നാണ് ആ വാക്ക്. ഓക്കെ, ഇത്രയും പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നെ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.